നമസ്കാരം. കേരളത്തിന്റെ കണ്ണും കാതും നിലമ്പൂരിലേക്കാണ്. രാഷ്ട്രീയം തിളച്ചു മറിയുകയാണെങ്കിലും നല്ല മഴ പെയ്ത് തണുപ്പിക്കുകയാണിപ്പോ നിലമ്പൂരിനെ. ഞാൻ ഷൊർണൂരിൽ നിന്ന് ഒരു പാസഞ്ചർ തീവണ്ടിക്കാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും മനോഹരമായ റെയിൽപാത എന്ന് നമുക്ക് ഈ റെയിൽപാതയെ പറയാം. ആരെങ്കിലുമൊക്കെ പോകാൻ ബാക്കിയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ റൂട്ടിൽ ഒരു പാസഞ്ചർ ട്രെയിനിൽ ഒന്ന് സഞ്ചരിച്ച് നോക്കണം. അത്ര സന്തോഷകരമായ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ തന്നെ കാണാനുള്ളത്. നമുക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് പോയാൽ അവസാനത്തെ 3 തെരഞ്ഞെടുപ്പുകളിൽ 2 LDF, 1 UDF എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ആ അൻവർ ഇപ്പോൾ മറുവശത്ത് പോയി വേറൊരു മുന്നണിയായി പാർട്ടിയായി മത്സരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ നമുക്കറിയാം തേക്കുകളുടെ നാടാണ്. നിലമ്പൂർ തേക്ക് ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള തേക്കാണ്. നിലമ്പൂർ തേക്കിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ബ്രൗൺ നിറത്തിലുള്ള കാതൽ സുപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കാമ്പും കാതലുമുള്ള രാഷ്ട്രീയമാണ് നിലമ്പൂരിനുള്ളത്. അത് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂരുകാരുടെ കാതൽ, ഇഷ്ടം, സ്നേഹം, പ്രണയം ആരോടാണ് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. നമ്മൾ നിലമ്പൂർ വഴി ഒരു യാത്ര പോവുകയാണ്. എന്താണ് നിലമ്പൂർ കാത്തുവച്ചിരിക്കുന്നത് എന്നറിയാനുള്ള യാത്ര. അപ്പോൾ പോവാം. ഞാനിപ്പോ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തേക്ക് ടൗൺ എന്നാണ് നിലമ്പൂർ അറിയപ്പെടുന്നത്. ലോകത്തെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ ഈ നിലമ്പൂരിലാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കനോലി സാഹിബ് ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ, മലബാർ ജില്ലാ കളക്ടറായിരിക്കുമ്പോഴാണ് നിലമ്പൂരിൽ തേക്ക് പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. സവിശേഷമാണ് ഇവിടുത്തെ തേക്ക്. ഇപ്പോഴും ലോകത്ത് തേക്കിന്റെ പേരിൽ അറിയപ്പെടുന്ന നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് നിലമ്പൂരിനെ വിശേഷിപ്പിക്കാം. ലോകത്തെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ മാത്രമല്ല, ആധുനിക കാലത്ത് ലോകത്തെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും ഈ നിലമ്പൂരിലാണ് ഉള്ളത്. ആധുനിക നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിന് മറക്കാൻ കഴിയാത്ത ചില പേരുകളുണ്ട്. ഒന്നത് കുഞ്ഞാലിയുടേതാണ്. നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA സ്ഥാനത്തിരിക്കുമ്പോൾ കൊല്ലപ്പെടുന്നത് കുഞ്ഞാലിയാണ്. 1965 ഈ മണ്ഡലം രൂപീകരിക്കപ്പെടുമ്പോൾ ആദ്യമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ CPIM നേതാവായ K കുഞ്ഞാലിയായിരുന്നു. പിന്നീട് 67 സപ്തകക്ഷി മുന്നണി ഉണ്ടായ കാലഘട്ടത്തിൽ വീണ്ടും കുഞ്ഞാലി MLA ആയി. ആ കുഞ്ഞാലി 69 വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു 1ാം പ്രതി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ആദ്യമായി ഈ മണ്ഡലം വിജയിക്കുന്നത്, MP ഗംഗാധരനിലൂടെ. അതിനുശേഷം കോൺഗ്രസ് ആ മണ്ഡലം നിലനിർത്തുന്നു. 77 ആര്യാടൻ മുഹമ്മദ് വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹം ആ കുറി MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു. 1980 C ഹരിദാസ് ആണ് ഇവിടെ നിന്ന് MLA ആയത്. അവിടെ ഒരു ചരിത്രമുണ്ട്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം MLA ആയ ആൾ എന്ന ചരിത്രം C ഹരിദാസിൻ്റെതാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്തു. അവിടെ ആര്യാടൻ ജയിക്കുന്നു. അതിനുശേഷം 1982 TK ഹംസ മത്സരിച്ച് ജയിക്കുന്നു. 87 മുതൽ തുടർച്ചയായി 2011 വരെ ആര്യാടൻ ജയിക്കുന്നു. അതിനുശേഷം 2016 2021 PV അൻവർ ജയിക്കുന്നു. ഇതാണ് നിലമ്പൂരിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, വർത്തമാനകാല ചരിത്രം. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണ് നിലമ്പൂരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു വിശകലനത്തിന് ഇനി സ്കോപ്പുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നിലമ്പൂരിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ രാഷ്ട്രീയ വിശകലനവുമായി ബിജു പങ്കജ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ബിജു 2 ആഴ്ചയിൽ കൂടുതലായി ഇവിടെ ക്യാമ്പ് ചെയ്യാണ്. ഈ തുടക്കത്തിൽ എനിക്ക് തോന്നിയത് UDF എഡ്ജുള്ള ഒരു മണ്ഡലമാണ്. നിലമ്പൂരിൻ്റെ ഒരു ചരിത്രം എടുത്താൽ സ്ലൈറ്റ് UDF എഡ്ജെങ്കിലും നിശ്ചയമായും പറയേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷെ അതിനുശേഷം വരുന്നു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി കാര്യങ്ങൾ ടൈറ്റായി എന്നൊരു പ്രതീതി വന്നു. ഇപ്പോൾ ഈ ക്യാമ്പയിൻ അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലാണ്. എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞതുപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരമുണ്ടോ, അതോ ഒരു UDF അല്പം അഹെഡ് ആണ്? ഒരു ശക്തമായ മത്സരം നടക്കുന്നു എന്ന പ്രതീതി പല തീരുമാനങ്ങളിലും, പല ചർച്ചകളിലും, പല സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോഴും പറയുന്നത് അൻവറിൽ തന്നെ നമുക്ക് തുടങ്ങാം. അൻവറിൻ്റെ രാഷ്ട്രീയ മണ്ടത്തരമെന്നോ രാഷ്ട്രീയ ബുദ്ധിപരമായ രാഷ്ട്രീയം എന്നൊക്കെ വിശ്വസിക്കുമ്പോഴും ഒരു അൻവർ എഫക്റ്റ് എന്നുള്ള നിലയിൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനാണ് എനിക്കിഷ്ടം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ അൻവർ തുടക്കത്തിലെടുത്ത തീരുമാനങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്, നിലമ്പൂരിൻ്റെ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം.
പിന്നീട് എടുത്ത അൻവറിൻ്റെ തീരുമാനങ്ങൾ, അൻവർ മത്സരിക്കാൻ ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ അൻവർ എഫക്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാചകം ഉപയോഗിക്കാനുള്ള ഒരു കാരണം, ഈ തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വി.ഡി. സതീശനാണ് ഇതിനകത്തൊരു പ്രധാന, ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാന ഐക്കണായിട്ട് ഞാൻ കാണുന്നത്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഘടകകക്ഷികൾ ആത്മാർത്ഥമായി പണിയെടുത്താൽ ജയിക്കാമെന്ന സെനാരിയോ ഉണ്ടെങ്കിൽ തന്നെ നിന്ന് ജയിച്ചാൽ അൻവർ എന്ന ഭാവിയിലെ ശല്യത്തെ ഒഴിവാക്കാം, സതീശന്റെ സ്വന്തം പൊസിഷൻ സിമെന്റ് ചെയ്യാം. ഒരുപാട് റിസ്ക് ഉണ്ട് എങ്കിൽ പോലും അതിന്റെ അഡ്വാൻറ്റേജ് വളരെ കൂടുതലല്ലേ? അത് തീർച്ചയായിട്ടും. പക്ഷേ ഈ റിസ്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റാൽ സതീശനെ ചോദ്യം ചെയ്യും. കാരണം ലീഗ് അസംതൃപ്തരാണ്, പക്ഷേ അവർ പുറത്ത് കാണിക്കുന്നില്ല, അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സതീശന്റെ അപ്രമാദിത്വം എന്ന് പറയുന്ന ലീഗിനെ പോലും അപ്രസക്തമാക്കുന്ന തരത്തിലായിരുന്നു ഈ മണ്ഡലത്തിൽ വന്നത്. പക്ഷേ എന്നാലും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് സതീശനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഒരുപക്ഷെ സെമി ഫൈനലെന്ന് വിശേഷിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും അതൊരു മൂന്നാം തവണ അധികാരമേറും എന്ന് വിശേഷിപ്പിക്കുന്ന തലത്തിൽ ഈ മത്സരം അദ്ദേഹത്തിന് നിർണായകമാണ്. എനിക്ക് അതിനകത്തൊരു ടേക്ക് ഉള്ളത്, ശരിയാണ്, ഇത് സെമി ഫൈനലാണ്. ഈ തെരഞ്ഞെടുപ്പ് LDF ജയിക്കുകയാണെങ്കിൽ പിണറായി 3.0 എന്ന നറേറ്റീവ് വ്യാപകമായി സെല്ല് ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട, പ്രചണ്ഡമായ പ്രചരണം നടക്കും. പക്ഷെ തോറ്റാലും കേരളത്തിന്റെ ഒരു തരത്തിലുള്ള പരിച്ഛേദമായി കാണാൻ കഴിയുന്ന മണ്ഡലമല്ല, അത് UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അതവർ ജയിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കാൻ LDFനെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ കഴിഞ്ഞേക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു പക്ഷേ LDFനേക്കാൾ കൂടുതൽ ക്രൂഷ്യൽ UDFനല്ലേ? തീർച്ചയായിട്ടും. അത് പക്ഷേ LDFന് അങ്ങനെ പറഞ്ഞേക്കാം, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞേക്കാം. പക്ഷേ ഇത് UDFന് നൽകുന്ന ഒരു വർദ്ധിത വീര്യമാണ്. ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്നുള്ള പ്രതീതി രണ്ട് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഓരോ വോട്ടും നിർണായകമായിട്ട് എടുക്കുക. കാരണം പൊതുവെ PDPയുടെ ബന്ധം ഒരു അപകടകരമായ ചർച്ചകൾ നടക്കുന്ന ഒരു സംഭവമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന് ജമാഅത്തെ ബന്ധം, അതും അപകടകരമായ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്ന. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടുപേരും ഭയപ്പെടുന്നു, പരാജയം ഉണ്ടാകുമെന്ന ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ് അപകടകരമായ ഒരു നേർരേഖയിൽ നിന്ന് തീവ്ര സ്വഭാവമുള്ള പാർട്ടികളുമായുള്ള ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അത് രണ്ട് വലിയ ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ മൂന്നാമത്തെ കക്ഷിക്ക് യഥാർത്ഥത്തിൽ ഉള്ള ശക്തിയേക്കാൾ കുറഞ്ഞു പോകും ഫലം വരുമ്പോൾ എന്നുള്ളത് നമ്മൾ പല ഇലക്ഷനുകളിലും കണ്ടിട്ടുണ്ട്. ഇതിപ്പോ സ്വരാജും ആര്യാടനും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായി മാറുന്നു. അപ്പോൾ BJPയും അൻവറും ഏറെക്കുറെ അപ്രസക്തരാണ്. എത്ര വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ കവിഞ്ഞുള്ള പ്രസക്തി അതിനകത്ത് ഇല്ല. കോൺട്രോവേഴ്ഷ്യൽ അല്ലാത്ത ക്ലീൻ ഇമേജ് ഉള്ള രണ്ടു പേർ മത്സരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളുടെ ഏറ്റുമുട്ടൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നാണ് വിചാരിക്കുന്നത്? രണ്ട് നല്ല വ്യക്തിത്വങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം വിചാരിക്കുന്നത്, കഴിഞ്ഞ തവണ 3000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ മണ്ഡലത്തിൽ ഒരു എഡ്ജ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. നമുക്ക് പല ഉപതെരഞ്ഞെടുപ്പുകൾ, ഇപ്പൊ തൃക്കാക്കരയിൽ അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ, പാലക്കാട് തന്നെയും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിലൊക്കെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ ഒരാളുടെ കാമാൻ കൊയിലായിരുന്നു. പക്ഷേ ഏത് നിമിഷവും ഒരു കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറി. എന്തായാലും അത് 23 വരെ കാത്തിരിക്കാം.